എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ മൊമെന്റ് എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞുണ്ടായ ദിവസമാണ്. അത് പെൺകുട്ടി ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു നമ്മുടെ ജീവിതം ആൺകുട്ടിയായിരുന്നെങ്കിൽ പോലും മുകേഷിനോട് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കഥകൾ കേൾക്കാം. ഞാൻ ശ്രീനിവാസിനോട് പോലും പറയാത്ത പല തരത്തിലുള്ള കഥകൾ ഞാൻ തുറന്നേക്കുന്ന ധ്യാൻ ശ്രീനിവാസിനോടാണ്. സ്വാഭാവികമായിട്ടും. കാരണം ഞാനും ശ്രീനിവാസിനോട് ഒരിക്കലും പറയാൻ പറ്റാത്തതായിട്ടുള്ള കഥകളും മുകേഷിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ ഒരു കോമൺ ആയിട്ടൊരു സാധനം കിട്ടി. ആ കോമൺ ആയിട്ടുള്ള സാധനം എന്താ? അത് ഇതിന്റെ താഴെ കമന്റിൽ വരും. കമന്റ് ബിലോ. ഇതിന്റെ ടീച്ചറിന്റെ അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ്, മലയാളം ഫിലിം ഇൻഡസ്ട്രി ജലസ് ഓൺ ധ്യാൻ ശ്രീനിവാസൻ. ഇത് ഞാന് ഏത് ടൈപ്പ് ഉള്ള എന്താ ബോഡിയാണ് ഇഷ്ടം? ബോഡിയാ ഇഷ്ടം. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചേ. അയ്യോ അതിലാർത്തല്ലാട്ടോ. ഹസ്ബൻഡിന്റെ ബോഡി ഫസ്റ്റ് പ്രപ്പോസൽ ആകാം അല്ലെങ്കിൽ അപ്രോച്ച് ഒരു അതൊക്കെ സ്കൂളിലായിരുന്നു. ആ സ്കൂളില് കോളേജിലോ എവിടെ ജീവിത ലൈഫ് സ്റ്റൈൽ വളരെ നോർമലാണ്. നമ്മൾ ഒരുപാട് ചെലവാക്കുന്നൊന്നുമില്ല പല ഒരു കാര്യത്തിനും. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരും അവരൊക്കെ തന്നെ ഇപ്പോഴും നോക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ബാധ്യതകളൊന്നും തന്നെ ഇല്ല. ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ. രണ്ട് സുന്ദരികളുടെ നടുക്ക് ഒരു ചമ്മല് അല്ല ഒരു ബ്ലഷിംഗ് ഒക്കെ ഞാൻ കാണുന്നു. നീ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ദൂരെയല്ലേ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം നമസ്കാരം നമസ്കാരം. ബൈറ്റ് ഹോംസ് ഓൺ പ്രസന്റ് ദ കെന്ന ഷോ. സോ എന്റെ ഷോ തുടങ്ങിയിട്ട് എനിക്ക് രണ്ടാമത് കിട്ടിയ ഗസ്റ്റിനെ തന്നെ വീണ്ടും ദൈവമായിട്ട് എന്റെ മുന്നിൽ ഇനി കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. വീണ്ടും നമ്മൾ ഈ ആഴ്ച കണ്ടുമുട്ടിയിരിക്കുന്നു. യെസ്, സൂപ്പർ സിന്ദഗി എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ, ഋതു മന്ദ്ര, പാർവതി ആൻഡ് കലേഷ്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ധ്യാൻ ചേട്ടാ, രണ്ട് സുന്ദരികളുടെ നടുക്ക് ഒരു ചമ്മല് അല്ല ഒരു ബ്ലഷിംഗ് ഒക്കെ ഞാൻ കാണുന്നു. നീ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ദൂരെയല്ലേ. അപ്പൊ നീ സുന്ദരിയാണെന്ന് നീ ഉറപ്പിച്ചോ? ഞാൻ സുന്ദരിയല്ലേ? സ്വയം നമുക്ക് കോൺഫിഡൻസ് വേണ്ടേ? ധ്യാൻ ചേട്ടന് ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ സുന്ദരനാണെന്ന് തോന്നിയിട്ടേ ഇല്ല. സുന്ദരനാന്ന് തോന്നിയിട്ടില്ല ധ്യാൻ ചേട്ടൻ? ധ്യാൻ ചേട്ടൻ വെരി ഹാൻസം. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ധ്യാൻ ചേട്ടന്റെ സ്മൈലാണോ? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നല്ല ഫീച്ചേഴ്സ് ആണ് എല്ലാം. നല്ല മൂക്കും, നല്ല ഫേസ് ഷേപ്പ്. ഞാൻ കൊറേ വർഷമായിട്ട് കാണും. ഫീച്ചേഴ്സ് ആർ ഓൾവേസ് ഇങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം ഞാൻ കേട്ടില്ല. എന്തൊക്കെയാ ഒന്നുകൂടെ അല്ല, നല്ല എനിക്ക് അക്കോർഡിംഗ് ടു മീ നല്ല ലുക്ക്, നല്ല ഫീച്ചേഴ്സ് ആണ്. നല്ല കണ്ണ്, ഇത് നോസ് ഒക്കെ ഷാർപ്പ് ആണെങ്കില് സിമെട്രിക്കൽ ഫേസ് ആണെന്നൊക്കെ പറഞ്ഞു. കണ്ടോ, മനസ്സിലായോ? ഫിറ്റ് ബോഡി. അല്ല, ഫിറ്റ് ഒന്നും അല്ല, പക്ഷെ അത്രയും കാണാൻ പറയാൻ പറ്റില്ല. എക്സ്ട്രീംലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാര്. അല്ല, നമുക്ക് രണ്ട് സിന്ദഗിമാർ അങ്ങോട്ട് അപ്പുറത്തിപ്പുറത്ത് ഇരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഉള്ള എന്താ ബോഡിയാണ് ഇഷ്ടം? ഹെൽത്തി ബോഡി. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹെൽത്തി ഫിറ്റ് എന്നൊക്കെ പറഞ്ഞോണ്ട് ബോഡിയാ ഇഷ്ടം. അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചേ. അയ്യോ അതിലാർത്തല്ലാട്ടോ. ഹസ്ബൻഡിന്റെ ബോഡി അത് വിട്ടുപിടിക്കും. ഞാൻ അങ്ങനെയല്ല, ഫാറ്റ് ആണോ അങ്ങനെയൊക്കെ. അങ്ങനെയുണ്ടോ ഫാറ്റ് ബോഡി എന്നൊക്കെ? ബോഡി ഷേമിംഗ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ടോപ്പിക്ക് വിടാം. കലേഷേട്ടാ വേറെ ലുക്കിലാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. വേറൊരു പ്രോജക്റ്റിന്റെ താടിയില്ല, മീശ മാത്രമേ ഉള്ളൂ. അത് ഏത് പ്രൊജക്റ്റാ? ഒരു ഹിന്ദി ഒരു വെബ് സീരീസ്.
ഫ്രം ജിന്ദഗി ടു അനദർ ജിന്ദഗി. അതല്ല എനിക്കൊന്ന് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കോംബോ ആയോ? അല്ലേ മൂന്നാമത് നല്ലതാ, കോംബോസ് എപ്പോഴും നല്ലതല്ലേ. ഭാഗ്യ ജോഡിയാണ്. അയ്യോ അതിനെപ്പറ്റി എന്താണ് കമന്റ് ബിലോ എന്താണ് പറയാനുള്ളത്? ഭാഗ്യ ജോഡികളാണ് നിങ്ങൾ രണ്ടുപേരും. വർഷങ്ങൾക്ക് ശേഷം വർഷമായിട്ടല്ലേ തുടക്കം തന്നെ ഭാഗ്യല്ലേ. അതെ, പിന്നെ സീക്രട്ട് വന്നു, പിന്നെ ഇപ്പൊ ഇതിൽ വന്ന് നിൽക്കുന്നു. ഓക്കെ. അതെ, സൂപ്പർ സിന്ദഗി നമ്മൾ ബോളിവുഡിലെ നമ്മുടെ ഷാരൂഖ് ഖാൻ ഡിയർ സിന്ദഗി എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തിട്ടുണ്ടല്ലോ. മലയാളത്തിലെ ഷാറുഖ് ഖാൻ. അതെ, നമ്മുടെ മലയാളത്തിലെ ദ ഇന്റർവ്യൂ കിങ് ധ്യാൻ ചേട്ടൻ സൂപ്പർ സിന്ദഗി ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ആക്ച്വലി ഈ പടം എന്താണ്? ഈ പടം ആ പടമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പടമാണ്. ജിന്ദഗി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ പടം ശരിക്കും ഇത് എഴുതിയ ആളുടെ ജീവിതത്തിൽ, ഇതിന്റെ റൈറ്ററിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ. ഓക്കെ, അതാണ് ഇത് നടന്ന കഥ. പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ടു ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറെ സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് സിനിമ. സിനിമ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് വർഷം മുന്നേ ഇതേപോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ പല പല അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയെങ്കിലും കാശ് കിട്ടുക എന്നുള്ള രീതിയിൽ നമ്മൾ പല തട്ടിപ്പ് പരിപാടിയിലോട്ടും ചെന്നുവിടും എങ്ങനെയെങ്കിലും. അങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്ന രണ്ട് ആൾക്കാരാണ് ഞാനും മുകേഷ് ഏട്ടനും. അതിൽ പാർവതി ചെയ്യുന്നത് എൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് പാർവതി ചെയ്യുന്നത്. അപ്പം ജോലിയും കൂലിയില്ലാത്ത ഏഴാം കൂലിയായ സിദ്ധാർത്ഥനെ പ്രണയിക്കുന്ന ജോലിയും അത്യാവശ്യം ജോലിയും കൂലിയുള്ള എന്നെ ഒരു പരിധി വരെ ഈ സിനിമയിൽ സപ്പോർട്ട് ചെയ്യുന്നതും ഫിനാൻഷ്യലി എന്നെ ബാക്ക് ചെയ്യുന്നതൊക്കെ പാർവതിയുടെ ക്യാരക്ടറാണ്. പക്ഷെ നിക്കക്കള്ളിയില്ലാതെ, നാട്ടിൽ നിന്ന് നിക്കക്കള്ളിയില്ലാതെ അങ്ങനെ ഒരു അവസ്ഥയിൽ നാട് വിട്ട് ഒരു പരിപാടിക്ക് വേണ്ടി, ഇങ്ങനൊരു സംഭവത്തിന് വേണ്ടിയിട്ട് എൻ്റെ പുറകെ പോകുന്ന രണ്ടാൾക്കാരാണ് മുകേഷ് ഏട്ടൻ. അവിടെ നിന്നിട്ടുള്ളൊരു ജേണിയാണ്, ഒരു ട്രാവലാണ്. ആ കാണുന്ന ജീപ്പ് എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുന്നു. അത് ഈ പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും അത് പ്രശ്നങ്ങളും അതിൻ്റെ മുകളിൽ വേറെ പ്രശ്നങ്ങളിലോട്ട് എത്തുന്നു. പിന്നെയും ഇതിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ എന്തിലോട്ടാ പോയി ഇറങ്ങി പോകാൻ പോകുന്നതെന്നുള്ളതൊന്നും അറിയാതെ അവസാനം വലിയൊരു പ്രശ്നത്തിൽ എത്തുന്ന സമയത്ത് അവിടെ ഞങ്ങളെ സഹായിക്കാൻ എത്തുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. അതിനിടയിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആളാണ് ഋതു. ഈ യാത്രക്കിടയിൽ വരുന്നതാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. ജോണി ചേട്ടനും സുരേഷ് ചേട്ടനും ഒക്കെ ഈ യാത്രക്കിടയിൽ വന്നു ചേരുന്ന ആളാണ്. അപ്പം എന്നുവെച്ചാൽ ഋതു ഇടക്ക് നമ്മൾ ഈ ജേണി തുടങ്ങുന്നത് നാട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തുന്നുണ്ട്, ബാംഗ്ലൂരിൽ നമ്മൾ മൈസൂർ എത്തുന്നുണ്ട്. അപ്പൊ ഈ ജേണിനിടയിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഋതു, കലേഷും ഇതൊക്കെ. വായില് ചുവങ്കാണോ? എല്ലാവരുടെയും അല്ല, ഒരു വെളുത്ത സാധനമാണ് അത് പല്ലെന്ന് പറയും. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഓക്കെ. ആൻഡ് ഋതുമന്ത്ര എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു, പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടന്റെ ഒപ്പം ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച സൂപ്പർ സിന്ദഗി ഒരു ടൈറ്റിൽ ആയിട്ട് ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പൊ കഥ ഒരു ത്രെഡ് ലൈൻ പറഞ്ഞപ്പോ എൻ്റർലി ഡിഫറെന്റ് ആണ് ടൈറ്റിൽ നിന്ന്. എങ്ങനെയാണ് ഈ ഒരു മൂവിയിലേക്ക് പിച്ച് ചെയ്തത്? എന്നെ വിളിച്ചത് ഐ തിങ്ക് ഡയറക്ടറും റൈറ്ററും ഒക്കെ ചേർന്നിട്ട് അവർ നോക്കിയിട്ടുണ്ടാവും ഈ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് അവരുടെ സ്റ്റോറിക്ക് ഈ ഒരു പോർഷനിൽ. ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഹുക്കപ്പ് പോയിന്റ്? ലൈക്ക് ഐ ലവ് ട്രാവലിംഗ് അല്ലേ, ഇതൊരു ട്രാവൽ ബേസ്ഡ് ഫിലിമാണ്. പിന്നെ വർക്കിംഗ് വിത്ത് ധ്യാൻ ചേട്ടൻ ഇസ് വെരി മച്ച് ഫൺ, ഒരു ഈസി ഗോയിങ്. പിന്നെ എന്റെ നാട്ടുകാരനാണ്, നാട്ടിലടുത്താണ്. അപ്പൊ നമ്മൾ മറ്റേ എന്തെല്ലാം അങ്ങനെ പറയരുത് കേട്ടോ. അപ്പൊ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ ജസ്റ്റ് വന്നു മനസ്സിലായി. And it was really fun. ഫണ്ണ് മാത്രമല്ല, കുറെ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ധ്യാൻ ചേട്ടൻ, മുകേഷ് സാർ ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ സിനിമ കാണുന്ന കാലം തൊട്ട് ധ്യാൻ ചേട്ടനെ അല്ല, ഒരു സോങ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സോങ് റിലീസ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ. ആ സോങ് റിലീസ് ആയപ്പോ ഒരു ഭയങ്കര റെസ്പോൺസ് ആണ് സോങ്ങിന്. ആക്ച്വലി നല്ല റെസ്പോൺസ് ആണ്. ബിക്കോസ് വേറെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും ഇതിനെ പ്രേസ് ചെയ്ത് നല്ല സോങ്ങും നല്ല ഫീൽ ഓൾ ടുഗെദർ. സോ ലോട്ട് ഓഫ് അൺഎക്സ്പെക്ടഡ്ലി ഭയങ്കരമായിട്ട് ലൈക്ക് അവര് കണ്ട് റെസ്പോണ്ട് ചെയ്ത് ജസ്റ്റ് വിളിച്ചു പറഞ്ഞു റിയലി നൈസ് സോങ് പറയണം എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു. സോ ഐ ഗെസ് ഇറ്റ്സ് വർക്ക്ഡ്. ഇല്ല, അതില് ഒരുപാട് ധ്യാൻ ചേട്ടന്റെ നോട്ടം
ഭയങ്കര ഞാൻ നോക്കിയിട്ട് അയ്യോ അല്ലട്ടോ, ഞാൻ കമന്റ് ഞാൻ പറഞ്ഞല്ല, കമന്റ്സ് ഇങ്ങനെ വായിക്കുമല്ലോ നമ്മളൊരു സോങ്ങിന്, അതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എടുക്കും നോട്ടം നോട്ടൊക്കെ ശരിയല്ലാന്നായിരിക്കും. നോട്ടം അങ്ങോട്ടാ അല്ലെ അവന്റെ നോട്ടം ശരിയല്ല. ഇല്ല, നോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു റൊമാൻറ്റിക് സോങ് അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കലേഷ് ഏട്ടാ ഈ ഒരു പടത്തില് നന്മമരമാണോ എങ്ങനെയാണ്? അല്ലല്ല, ഇതിലതല്ല. അല്ല ചെറിയൊരു നിഗൂഢതയുള്ള ഒരു കഥാപാത്രമാണ്. അശോക് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഓക്കെ. ഇപ്പം ധ്യാൻ പറഞ്ഞ പോലെ ധ്യാനും മുകേഷ് ഏട്ടന്റെയും ഒരു ട്രാവൽ ഉണ്ട്. അതിന്റെ തന്നെ ഒരു പാരലായിട്ട് ഞാനും മാസ്റ്റർ മഹേന്ദ്രനും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ട്രാവൽ ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ കഥയുടെ നെക്സ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. നന്മമരമല്ല, അതിൽ കുറച്ച് സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ധ്യാൻ ചേട്ടൻ ആൻഡ് മുകേഷ് ചേട്ടന്റെ ആ ഒരു കോംബോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കാരണം നിങ്ങളുടെ അടികപ്പേരെ കൂട്ടം വഴി എന്താ ഹോസ്റ്റൽ മാനേജ്മെന്റ് അച്ഛനായിട്ടും നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട്, അപ്പൊ അതിനുശേഷം വീണ്ടും നിങ്ങൾ സൂപ്പർ ഞങ്ങള് റോഷേച്ചായിട്ടൊരു പടം ചെയ്തു, അയ്യറിന് അറേബ്യ. അറേബ്യ അല്ലെ? മുകേഷ് ഏട്ടനായിരുന്നു അയ്യരായിട്ട്, അതില് മകനായിട്ട് അഭിനയിച്ചു. ഓക്കെ. അപ്പൊ ഇതിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ വൈബ്? ഇപ്പൊ നിങ്ങളാണല്ലോ ത്രൂ ഔട്ട് ട്രാവൽ ജേർണി പറയുന്ന മൂവിയാണ്, അപ്പൊ നിങ്ങളുടെ ആ ഒരു വൈബും കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ മുകേഷ് ഏട്ടൻ്റെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കഥകൾ കേൾക്കാം. ആ കഥകളും കേട്ടുകൊണ്ട് നമ്മള് ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ച്, കാരണം കുറെ സീക്വൻസുകൾ ഈ യാത്രയും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മാത്രമായിട്ടുള്ള കുറെ സീക്വൻസുകൾ ഉണ്ട്. അപ്പൊ രാവിലെ തൊട്ട് ഈ വണ്ടി ഓടിക്കുക, ജീപ്പിനകത്തും ഒരു പോയിന്റ് വരെ ഈ യാത്ര എത്തിത്തരുന്ന, ബാംഗ്ലൂർ എത്തുന്നതായിക്കോട്ടെ, ഞങ്ങൾ മൈസൂർ എത്തുന്നതായിക്കോട്ടെ, ഇതൊക്കെ വണ്ടിക്കകത്താം. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുറേ നല്ല നല്ല ഓർമ്മകളും മുഹൂർത്തങ്ങളും എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉടനീളം ആ 30-35-40 ദിവസത്തോളം നമ്മള് പറയാത്ത കഥകളില്ല, വിഷയങ്ങളില്ല, ചർച്ച ചെയ്യാത്ത കാര്യങ്ങളില്ല. രാവിലെ തുടങ്ങും, തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീരുന്നവരെ കഥകളാ. ഫ്രീ ഫ്ലോ ഒന്നും തന്നെ. അതിന്റെ ഒരെണ്ണം കേട്ടോ? അപ്പൊ ഞാനും അതിനകത്ത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ചിരിച്ചാസ്വദിച്ച് അങ്ങനെ അതല്ല, മുകേഷ് ചേട്ടന്റെ ഒരു ക്ലിപ്പ്, ഞാൻ വീഡിയോ ക്ലിപ്പ് കണ്ടേ, അതിൽ പറഞ്ഞതാ, ഞാൻ ശ്രീനിവാസിനോട് പോലും പറയാത്ത പല തരത്തിലുള്ള കഥകൾ ഞാൻ തുറന്നേക്കുന്ന ധ്യാൻ ശ്രീനിവാസിനോടാണ്. കാരണം ഞാനും ശ്രീനിവാസിനോട് ഒരിക്കലും പറയാൻ പറ്റാത്തതായിട്ടുള്ള കഥകളും പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്ത് ഉറപ്പിലാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇത്രയും വലിയ കഥകളൊക്കെ ഷെയർ ചെയ്തത്? ഞങ്ങളുടെ ഇടയിൽ കോമൺ ആയിട്ടൊരു സാധനം കിട്ടി. ആ കോമൺ ആയിട്ടുള്ള സാധനം എന്താ? അത് ഇതിന്റെ താഴെ കമന്റിൽ വരും. കമന്റ് ബിലോ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോമൺ കണക്ട് കിട്ടിയപ്പോഴേക്കും പിന്നെ ഞങ്ങള് പിന്നെ വളരെ, എനിക്കും എന്റെ കോളേജ് കാലവും പുള്ളിയുടെ കോളേജ് കാലവും പുള്ളി ആ സമയത്ത് ഉണ്ടായിട്ടുള്ളതും ഇതൊക്കെ സിനിമയ്ക്ക് വരുന്നതിന് മുന്നേ ഉള്ള കഥകളായിരുന്നു കൂടുതലും. പലതും സിനിമ വന്നതിന് ശേഷമുള്ള കഥകള് കുറവാ ആക്ച്വലി. അപ്പൊ ആ കാലഘട്ടമൊക്കെയാണ് പുള്ളി എന്നോട് പറഞ്ഞതും ഇതൊക്കെ. ഞാനും പറഞ്ഞത് കൂടുതലും അന്നുണ്ടായിരുന്ന കഥകളൊക്കെ. അന്നുണ്ടായിരുന്ന കഥ. ഓക്കെ. സൂപ്പർ സിന്ദഗി, ഈ ടൈറ്റിൽ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ബ്യൂട്ടിഫുൾ പ്രണയം ഉണ്ടാവും അല്ലെ? ഇപ്പം ടൈറ്റിലായിട്ട് ബന്ധമില്ല, സിനിമയ്ക്ക് വേറെ ഒരു ജേർണിയിലൂടെയാണ് പോകുന്നത്. ബന്ധമില്ലാത്തതുകൊണ്ടല്ല, എല്ലാവരുടെയും ജീവിതം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ, അതിപ്പോ പ്രണയമാണെങ്കിലും പണമാണെങ്കിലും ഇതെല്ലാം ജീവിതം അടിപൊളിയാക്കാനാ. അതുകൊണ്ട് സൂപ്പർ സിന്ദഗി സൂപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ടൈറ്റിലിന് ബന്ധമുണ്ട്, പ്രണയമല്ലെന്നേ ഉള്ളൂ. പ്രണയം അല്ലാന്നുള്ളൂ. ഓക്കെ. ഇപ്പൊ ചേട്ടന്റെ ലൈഫിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് വന്ന ഒരു സിന്ദഗി ആരാണ്? വൈഫ് ആണെന്ന് പറയുമായിരിക്കും ചേട്ടൻ. സൂപ്പർ ആയിട്ട് വന്ന സിന്ദഗിയോ? ആരുമായിട്ടുള്ള സിന്ദഗിയാണ്? വൈഫ് അല്ലാതെ ഈ സ്കൂളിലെ കോളേജിലൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ ഏറ്റവും ബ്യൂട്ടിഫുൾ. അല്ല, ഞാൻ അങ്ങനെ പറയാനല്ല, എനിക്ക് ഒരു മൊമെന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് ഇപ്പം ഡേറ്റ് എന്തായിരുന്നു? ജനുവരി 21, 2022. അന്നാണ് ഹൃദയം ഇറങ്ങിയ ദിവസം. അതാണ് എന്റെ ജീവിതം സൂപ്പർ സിന്ദഗി ആയ ദിവസം. അല്ല, അത് അവൻ പുള്ളിക്കാരി ചോദിച്ചത് പ്രണയമായിട്ട് ബന്ധപ്പെട്ട. അതൊന്നും മാറ്റിയപ്പോ സിനിമ നമ്മൾ പ്രണയിക്കാമോ? സിനിമയാണ് എന്റെ പ്രണയം കാമുകീന്ന് അല്ലേ? ഇത് കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു വി നീഡ് സ്കൂൾ ഓഫ്, അത് വേണ്ട, അതിവിടെ ആയിരുന്നല്ലേ? അതിവിടെ തന്നെയായിരുന്നു. അല്ല, എന്താ ഒരാളെ പറയണോ? അല്ല, പേരൊന്നും പറയണ്ട, ഒരു ബ്യൂട്ടിഫുൾ.
അല്ല ഇത്രയും നല്ലൊരു ആൻസർ അല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ ജീവിതം തന്നെ സൂപ്പർ സിന്ദഗി ആക്കിയ ദിവസമാണത്. അത് നമ്മൾ അത്രയും കാലം പ്രണയിച്ച ഒരു കുട്ടി തിരിച്ച് നമ്മളോട് പ്രണയം പറയുന്ന പോലെയാണ് ആ ഹൃദയം ഇറങ്ങിയ ദിവസം. അന്നത്തോടെ എല്ലാരും എന്നെ തിരിച്ചറിഞ്ഞു, സെൽവ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിലും വലിയൊരു പ്രപ്പോസൽ ഓക്കെ ആയ ഡേ ഇല്ല സത്യത്തിൽ. സൂപ്പർ 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 ആൻസർ ആണ്. അതെ, നമുക്ക് അടുത്ത ധ്യാൻ ഓർഡറിൽ വന്നു. കാരണം ഇനി ഉത്തരം കാലം ഒരേ സെയിം ക്വസ്റ്റ്യനോ? ഞാൻ ലൈഫിൽ വന്ന ഒരു ബ്യൂട്ടിഫുൾ അങ്ങനെ കൊറേ ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റും. ഒരെണ്ണം തുടക്കത്തിൽ വന്നാ പറയുന്ന ലൈക്ക് ലൈക്ക് ഫസ്റ്റ് പ്രപ്പോസൽ ആകാം, അല്ലെങ്കിൽ അപ്രോച്ച് ഒരു അതൊക്കെ സ്കൂളിലായിരുന്നു. സ്കൂളില് കോളേജിലോ എവിടെ കിൻഡർ ഗാർഡനിലായിരുന്നു. കിൻഡർ ഗാർഡൻ അല്ല, ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡ്, എക്സാക്ട്ലി സെക്കൻഡ് സ്റ്റാൻഡേർഡ്. What did you write, Baba Boo Boo? I love you. I love you സ്പെല്ലിംഗ് ഒക്കെ അറിയാം അപ്പോൾ I love you അന്ന് that's the only thing I know. അല്ല, സെയിം ക്ലാസ്, ഫാമിലി ഫ്രണ്ട് ഇതായിരുന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഇതാണ്. ആണ് സീരിയസ്ലി. അത് ലവ് ലെറ്റർ സ്പെല്ലിംഗ് പോലും തെറ്റാതെ കൊടുത്തു എന്നുള്ളതാണ്. I love you, I love you, I love you. അത് മാത്രം, വേറെ ഒന്നുമില്ല. അതൊരു മൊമെന്റ് ആയിരുന്നു. അതൊരു മൊമെന്റ് ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു മൊമെന്റ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ വിചാരിക്കുന്ന ലൈക്ക് 6 വയസ്സ് 7 വയസ്സ് അവർക്കൊന്നും അറിയില്ലെന്ന്. നോട്ട് ട്രൂ. എല്ലാം മനസ്സിലാവും അവർക്ക്. സോ അന്ന് തന്നെ ലൈക്ക് ഐ അണ്ടർസ്റ്റുഡ്, ഹി അണ്ടർസ്റ്റുഡ്. നമുക്ക് ഡെപ്ത് മനസ്സിലാവില്ലായിരിക്കും, ബട്ട് ഫീലിംഗ് മനസ്സിലാവും. ഇന്ന് നിങ്ങൾ ഒരുമിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? എവിടാന്ന് അറിയാം. അല്ല, ഡെപ്ത് ഒക്കെ മനസ്സിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ ആ കുട്ടി ചിലപ്പോ ആയിരിക്കും. ധ്യാൻ ചേട്ടന്റെ ലൈഫില് സൂപ്പർ സിന്ദഗി. എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ മൊമെന്റുകൾ കൊറേ ഉണ്ട്. എല്ലാ ആഴ്ചയും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന മൊമെന്റ് തൊട്ട് എല്ലാ മൊമെന്റുകളല്ലേ ഇപ്പൊ. ഇന്റർവ്യൂ ഒന്നും വേണ്ട, സിനിമ അതൊന്നും അല്ല. ശരിക്കും ജീവിതത്തിലോ? ശരിക്കും ജീവിതത്തിൽ അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങ്. അത് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ മൊമെന്റ് എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞുണ്ടായ ദിവസമാണ്. അതാണ് ആത്മാർത്ഥമായിട്ട്. കുഞ്ഞുണ്ടാവാത്തതൊന്നും പറയാൻ പറ്റില്ല. അതും അതിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു പെൺകുഞ്ഞ്. അത് പെൺകുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു നമ്മുടെ ജീവിതം ആൺകുട്ടിയായിരുന്നെങ്കിൽ പോലും പെൺകുട്ടി ഉണ്ടായപ്പോ നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ജീവിതത്തിനോടുള്ള എല്ലാം, പിന്നെ അവിടുന്ന് തൊട്ട് നമ്മള് സ്ത്രീകളെ കാണുന്ന തൊട്ടിട്ട് എല്ലാത്തിനും മാറിപ്പോയി. സത്യം. പെൺകുട്ടി ഇട്ടതിന് ശേഷം അതുവരെ മോശമായിട്ടല്ല കണ്ടിരുന്നത്. അല്ല, അതേ ബഹുമാനത്തോടെയാണ് സ്ത്രീകളെ കണ്ടിരുന്നത്. അത് അടിപൊളി അല്ലേ? ഈ പറഞ്ഞ പോലെ എല്ലാ മൊമെന്റും, ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, ഐ ഓൾവേസ് ഫീൽ ലൈക്ക് വെൻ യു ലുക്ക് ബാക്ക് ടു സംതിങ് അല്ലെ, യു നീഡ് ടു ഹാവ് ബാഡ് ഡേയ്സ് ടു ഡിസ്ക്രൈബ് ദ ഗുഡ് ഡേ എന്ന് പറയും. അപ്പോൾ എവറി മൊമെന്റ് ഇസ് എ സൂപ്പർ സിന്ദഗി ആണ് ലൈഫിൽ. കുറേ ഉണ്ട് ഈ പറഞ്ഞ പോലെ മിസ് ഇന്ത്യക്ക് പോയത്. പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രോൺസ് മെഡൽ വാങ്ങിച്ചിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് ഒരു സർറിയൽ മൊമെന്റ് ആയിരുന്നു എനിക്ക്. ബിക്കോസ് ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ല ആ ഒരു വഴിക്ക് പോകും എന്നുള്ളത്. ബിക്കോസ് നമ്മൾ മോഡലിംഗ്, ഫിലിം, മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഡിഫൻസിൽ പോവാ, ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങുക, അവിടെ പേര് വിളിച്ച് പറയണത് ഋതുമന്ത്ര ഫ്രം ഇന്ത്യ എന്നാണല്ലോ. ദാറ്റ് വാസ് എ സർറിയൽ മൊമെന്റ്. അതാണ് എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ഇൻ മൈ ജിന്ദഗി. ജുജിത്സു അല്ലേ? പഠിച്ചല്ല, ഞാനത് പറഞ്ഞു പഠിച്ചോണ്ടിരിക്കും. കഴിയുമ്പോ ഇവരെല്ലാരും ജുജിത്സു അവസാനം പാറു മാത്രം പറഞ്ഞ 2ാം ക്ലാസ്സിൽ
2ാം ക്ലാസ്സിൽ അല്ല ശരിക്കും that was- അല്ല കുറിച്ച് ചോദിച്ചു. ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ ബെസ്റ്റ് മൊമെന്റ് അല്ല പറഞ്ഞേ. അത് ബെസ്റ്റ് മൂമെന്റ്. ഇത് സങ്കടം മാറ്റട്ടെ. എല്ലാവരും നല്ല അതെ ഗുഡ് ഡാൻസ്. വെരി ഗുഡ് അതോ അയ്യോ അത് ഭയങ്കര കഷ്ടമാണല്ലോ. പറഞ്ഞോ. അയ്യോ അത് ഭയങ്കര കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് ഐ റിയലി കാൺട്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ചാ മൂവി റിലീസ് അല്ലെങ്കിൽ ഇല്ല, ഓരോ പുതിയ മൊമെന്റ് വരുമ്പോഴും ദാറ്റ് വിൽ ഓവർടേക്ക്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലായി ഞങ്ങളെല്ലാവരും ഭയങ്കര സൂപ്പർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് സൂപ്പർ ആയത് എപ്പോഴാണ്? അതൊന്ന് പറയാമോ? ലാസ്റ്റ് സൂപ്പർ എവറി ഡേ സൂപ്പർ ഡേ. ഇന്നും ഒരു സൂപ്പർ സിന്ദഗി ഡേ തന്നെ. ഓഗസ്റ്റ് അല്ല ഈ മന്ത് നിങ്ങൾക്ക് സൂപ്പർ ഡേ അല്ലെ? സൂപ്പർ സിന്ദഗിയുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ. സൂപ്പർ ആരാണ് ഹസ്ബൻഡിന്റെ പേര് പറയുന്നത്? പുതിയ കഴിഞ്ഞു പോയതിൽ പുറകിലോട്ട് നമുക്ക് പോവാം. പ്രണയത്തിന്റെ സൂപ്പർ സിന്ദഗി. എന്റെ വെഡിങ് അത് പറ്റില്ല, അത് പറ്റില്ല. ഞങ്ങളെല്ലാം മാരീഡ് ആണ്. ഇന്റർവ്യൂ ചോദിക്കാനിരിക്കുന്ന ആളാ ഇങ്ങോട്ട്. ഞങ്ങൾക്ക് ചോദിക്കും. അങ്ങനെയല്ലല്ലോ. എന്റെ സൂപ്പറോ? അയ്യോ അങ്ങനെ വെച്ചാൽ എനിക്കും കൊറേ ഉണ്ടല്ലോ. അയ്യോ അങ്ങനെയല്ല. 2ാം ക്ലാസ്സിൽ അവരുടെ ട്രെയിനിങ് അല്ല അതൊന്നല്ല പോ. അതല്ല അല്ല എന്റെ പപ്പേനെ ഇന്റർവ്യൂ ചെയ്ത്. അതെ 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 എനിക്ക് പെട്ടെന്ന് നടക്കാം. എന്റെ പപ്പ ഒരു മൂവിയിൽ ആക്ട് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ പപ്പേനെ തന്നെ ചെറുതായിട്ട് ഓടിയുള്ളൂ. ജെറി. എന്റെ പപ്പ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പപ്പനെ ഇതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. അതെ അതെ കാരണം പപ്പ ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എനിക്ക് വേണ്ടി എന്നെ ഒരേ സ്ഥലത്തൊക്കെ കൊണ്ടുവരും, ഇങ്ങനെ ഡ്രോപ്പ് ആക്കി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് എന്റെ പപ്പനെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമെന്ന്. അതെന്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. ഓക്കെ. ആൻഡ് ദിസ് മൂവി സൂപ്പർ സിന്ദഗി ട്രാവൽ മൂവിയാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മൈസൂർ ആണോ ബാംഗ്ലൂരും കണ്ണൂർ ഉണ്ടായിരുന്നു. ഓ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് ആ ഒരു ഭാഗത്തേക്കായിരുന്നു. ഓക്കെ. ഞാൻ ഇത് ചെറിയ ലൈക്ക് 1-2 ഇതില് ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്ന കണ്ടാണ് ധ്യാൻ ചേട്ടന് കുറച്ചും കൂടെ എന്തോ സംതിങ് സ്പെഷ്യൽ ഇൻ സൂപ്പർ സിന്ദഗി. ഈ ഒരു മൂവിയോട് കുറച്ചും കൂടെ അടുപ്പം അല്ലെങ്കിൽ കുറച്ചും കൂടെ താല്പര്യം അങ്ങനെയൊക്കെ. അല്ലല്ലോ, എല്ലാ മൂവിനോട് നമുക്കൊരു താല്പര്യം ഇതൊക്കെ തന്നെ അത്രേ ഉള്ളൂ. ഉള്ളതുകൊണ്ട് അല്ലല്ല, എല്ലാ സിനിമകളും നമുക്ക് ഒരുപോലെ അല്ലേ. നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാ സിനിമകളും നമ്മള് അതേ ഇത് തന്നെയാണ് കാണുന്നത്. കാരണം എന്നാലും നമ്മള് ചേട്ടന്റെ പടമൊക്കെ വരുമ്പോ ഈ പറഞ്ഞ നമുക്കൊരു 8ന്റെ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെഷ്യലാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകളൊക്കെ നമുക്ക് ഒരേ എനർജി, ഒരേ കമ്മിറ്റ്മെന്റ്, മാറ്റമൊന്നുമില്ല. ഓക്കെ. ആൻഡ് പാർവതി, ധ്യാൻ ചേട്ടനായിട്ടുള്ള ഒരു കോംബോ ആണല്ലോ. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഫുള്ള് ഉടക്കായി പടത്തില്ല. ആണോ? ആ പാട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാട്ടിൽ മാത്രമേ ഉള്ളൂ കുറച്ചൊരു നന്നാക്കാൻ നോക്കുന്നതിന്റെ അതാണോ? ആക്ച്വലി അത് തന്നെയാണ്. നന്നാക്കാൻ നോക്കുവാണ്. സോ എപ്പോഴും ഒരു ഒടക്ക് കൈൻഡ് ഓഫ് ഇതാണ്. പക്ഷെ ഞാൻ അത് ആലോചിക്കുമ്പം റിയൽ ലൈഫിലും സാധാരണ അങ്ങനെയൊക്കെ ആയിരിക്കും. ലൈക്ക് എല്ലാം ഭയങ്കര റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആവണം എന്നില്ല. ലവ് ചിലപ്പം ഒരു മെസ്സേജ് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും കാണിക്കുന്ന നമ്മൾ ഒരാളെ ബെറ്റർ ആക്കാനും ഇതായിരിക്കും. ലൈക്ക് സോ ഒരു ചെറിയ കണക്ട് ഉണ്ട് റിയൽ ലൈഫിന്റെ ഒരു ക്യാരക്ടറായിട്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ധ്യാൻ ചേട്ടൻ തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അർപ്പിതയാണ് എന്നെ ഒരു നല്ലൊരു വ്യക്തിയാക്കിയത് അല്ലെങ്കിൽ അയ്യോ അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ സെന്റൻസ് അല്ല. അർപ്പിത വന്നപ്പോ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാത്ത എന്താ ദേഷ്യപ്പെടുമ്പോ ആ ഫോൺ വിളി ഇല്ലെങ്കിലാണ് നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാറ്റങ്ങൾ വരുത്തിയെന്ന് പറയാൻ പറ്റില്ല എല്ലാ രീതിയിലും. നമ്മളെ കൂടെ ഒരു ആളുണ്ടാകുമ്പോൾ, നമ്മളൊരു കമ്പാനിയൻ, ഒരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. അവർക്കും ഉണ്ടാവും, നമുക്കുണ്ടാവും. അത്തരത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. അതെ, നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു മാറ്റം സൂപ്പർ സിന്ദഗിയിലത്തെ ക്യാരക്ടർ ധ്യാൻ ചേട്ടനെ മാറ്റിക്കൊണ്ട് വന്ന വ്യക്തിയാണോ പാർവതി? ആണ്. അറ്റ്ലീസ്റ്റ് ആ ജേർണി ആയിരിക്കും പകുതി റിയലൈസേഷൻ. പക്ഷെ ഞാൻ പറയുന്ന ഇത് മനസ്സിലാവുന്നത് നമ്മൾ എപ്പോഴും അനുഭവിക്കുമ്പോഴല്ലേ. സോ അത് ഫൈനലി മേ ബി അതിന്റെ ഒരു കഷ്ടപ്പാട് മനസ്സിലാവും. ആൻഡ് ധ്യാൻ ചേട്ടാ, ഈ ഒരു
ഇതിന്റെ ടീസറിന്റെ അടിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തതാണ്. ആ കമന്റ് ഇങ്ങനെയാണ്: ഈ വിക്കിപീഡിയ സെർച്ച് ചെയ്യുമ്പോൾ ആ വ്യക്തി എഴുതിയേക്കണേ കേട്ടോ, 2026 വരെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ ഫുൾ പാക്ഡ് ആണ് 2026 വരെ. 2024 അതിന്റെ ഒപ്പം ആളെ എഴുതിയേക്കുന്നതാണ്: ഈ ഒരു ഭാഗ്യം ശ്രീനിവാസൻ സാറിനും കിട്ടിയിട്ടില്ല, ആൻഡ് ധ്യാനിന്റെ ചേട്ടൻ വിനീത് ശ്രീനിവാസനും കിട്ടിയിട്ടില്ല. മലയാളം ഫിലിം ഇൻഡസ്ട്രി ജലസ് ഓൺ ധ്യാൻ ശ്രീനിവാസൻ. My goodness. ഇത് ഞാൻ എന്റെ ഫേക്ക് അക്കൗണ്ട് ഞാൻ തന്നെ എഴുതിയതാണ്. അത് വായിച്ചറിയില്ല. ബാക്കി മോശം മോശത്തിന്റെ ഇടയിലൊക്കെ ഹേർട്ടും ഈ ആള് ഇത്രയും തെറിയും ഇല്ല, അത് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. അത് നമുക്കുള്ള ഊർജാണ്. അപ്പം ആ വ്യക്തി അത്ര എഴുതണം. എന്താണ് പറയാനുള്ളത്? നമുക്ക് വരുന്നത് സിനിമകൾ ഇപ്പൊ വെച്ചാൽ നമ്മൾ ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും നമുക്ക് സിനിമയൊന്നും വരില്ല. ഓക്കെ, നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ അതിലും ഒന്ന് ഭയങ്കര നല്ല എഴുത്തുകാരൊക്കെ ആക്ച്വലി ഭയങ്കര കുറവാ. ഓക്കെ, അപ്പൊ ഭയങ്കര നല്ല സിനിമ വരും നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാലൊന്നും നമുക്ക് എന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സോ നമ്മൾ കൊതിക്കുന്ന പോലത്തെ സാധനങ്ങളൊന്നും നമുക്ക് വരണമെന്നില്ല. അത് നമ്മൾ റിയാലിറ്റിയാണ്, അത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനങ്ങളിലൂടെ നമ്മുടെ ഏരിയ അല്ല നമുക്ക് കിട്ടുന്ന പോർഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. പിന്നെ സിനിമക്ക് ഒരു ഫേറ്റ് ഉണ്ടാവും. ഓക്കെ, ആ എന്താണോ ഫേറ്റ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അത് ചിലപ്പോൾ സക്സസ് ആയിരിക്കാം, ഫ്ലോപ്പ് ആയിരിക്കാം, എന്താണെങ്കിലും. ഇപ്പൊ ഞാനിപ്പോ ഓടുന്ന സിനിമകൾ മാത്രം പിക്ക് ചെയ്തിട്ട് ചെയ്തൊന്നുമല്ല. മറ്റേ ഇപ്പം തലക്കെട്ടിൽ ഉടലും നന്നായിട്ട് കുഴപ്പമില്ലാതെ പോയി. തിയേറ്ററിൽ ഓടിയ പടമാണ് നദികൾ സുന്ദരി. ആ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതൊന്നും ഞാൻ ഓടുന്ന സിനിമയിൽ അഭിനയിക്കാം നല്ല പ്ലാൻ ചെയ്തൊന്നുമില്ല. നമുക്ക് വരുന്ന സിനിമകൾ ഏട്ടം വിളിച്ചു, അത് ചെയ്തു. നമ്മളിതെല്ലാം സിനിമക്കകത്ത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊക്കെ നല്ല നല്ല ബന്ധങ്ങളും നമ്മുടെ സൗഹൃദങ്ങളും. എനിക്ക് എന്തുകൊണ്ട് ഇത്ര സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിരിക്കുക, നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുക. പിന്നെ നമ്മളൊരു തരക്കേടില്ലാത്ത ഞാൻ മാത്രം മതി ഇവിടെ. ഗംഭീര നടനാവണമെന്നില്ല. നമ്മൾ തരക്കേട് മോശമല്ലാത്തൊരു നടനായാൽ തന്നെ നമുക്ക് സിനിമ ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളും പെരുമാറ്റവും നമ്മൾ എത്രത്തോളം ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ സിനിമ ഉണ്ടാവുള്ളൂ, എന്നാലും അടുത്ത പടത്തിൽ നമ്മുടെ ആലോചിക്കുള്ളൂ, ഓർക്കുള്ളൂ. അപ്പം ആ രീതിയിൽ ദൈവം സഹായിച്ച് ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്ത് പിന്നിൽ വർക്ക് ചെയ്ത് പലരും എന്നോട് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ സിനിമകൾ എല്ലാ സിനിമകളും എനിക്ക് ഇവരൊക്കെ ആയിട്ട് എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് ഇവരെ പലരുമായിട്ട് ഇപ്പം മലയാള സിനിമയിൽ എല്ലാവരും ഒരു ബന്ധമുണ്ട്. അപ്പം അടുത്തൊരു സിനിമ ആലോചിക്കുമ്പോൾ അവർ നമ്മളെയും കൂടെ വെച്ച് ആലോചിക്കും. നമ്മുടെ കൂടെ ഇപ്പം ഞാൻ അഭാമിൻ്റെ കൂടെ ഞാൻ എനിക്ക് 4 or 5 പടം ചെയ്തു. ഞാൻ ഗോകുലത്തിൻ്റെ കൂടെ ഞാനിപ്പോൾ 3ാം കുടല് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ബബ്ബ അങ്ങനെ ലിസ്റ്റിൻ്റെ കൂടെ പിന്നെയും ചെയ്യുന്നു. അപ്പം അങ്ങനെ കുറേ ഇവിടുത്തെ പല ബാനറിൻ്റെ കൂടെ നമുക്കുള്ളൊരു ബന്ധം, സൗഹൃദം, അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളോടുള്ള ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന ബന്ധങ്ങളാണ്. അല്ലാതെ നമ്മൾ ആ ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചിട്ട് എനിക്കൊരു ചാൻസ് തരുന്നു, അവരും ചോദിച്ചിട്ടില്ല, അല്ല എന്നെ വെച്ച സിനിമയെന്ന് അവരും പറഞ്ഞില്ല. അങ്ങനെയല്ല, അവർ സിനിമ വരുന്ന സമയത്ത് അവർ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മളെയും കുറിച്ച് ആലോചിക്കും. അത്രയൊക്കെ തന്നെ. അത് നാളെ നമ്മൾ സിനിമ ചെയ്യുമ്പോഴും നമുക്കിഷ്ടമുള്ള, നമ്മളോട് സഹകരിക്കുന്ന, നമ്മളോട് ഒത്തു നിന്ന് പോകുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളും ആലോചിക്കും. നമ്മളും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, നമ്മളും ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ സിനിമയിലൊരു ഒരു 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 ഗംഭീര നടനായിട്ട് അച്ചടക്കം ഇല്ലെങ്കിൽ അയാൾക്ക് സിനിമ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട്, ഡിസിപ്ലിൻ, കമ്മിറ്റ്മെന്റ്, ആ ജോലിയോട് അറ്റ്ലീസ്റ്റ് അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഇത്രയും സിനിമകളും 2026 ചിലപ്പോ 2030 വരെയൊക്കെ സിനിമ ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ആൻസർ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാം കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ധ്യാൻ ചേട്ടൻ, അല്ലേ? ഓക്കെ, പിന്നെയില്ലേ ഗൂഗിൾ സെർച്ചിൽ ഏറ്റവും കൂടുതൽ ധ്യാൻ ചേട്ടൻ ഇപ്പൊ വീക്ക്ലി മൂവി റിലീസ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കണല്ലോ. ഏറ്റവും കൂടുതൽ ഗൂഗിൾ സജഷൻ വന്നിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ റെമ്യൂണറേഷൻ. അതാണ്
ഏറ്റവും കൂടുതൽ ഇത് ഗൂഗിൾ അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ അതെ അത് സംഭവിക്കാൻ എല്ലാ ആൾക്കാർക്കും അതാണ് എന്തോരം പൈസ ഇത്രയും സിനിമ ചെയ്ത് ഉണ്ടാക്കണം അതെ എല്ലാ മാസവും സിനിമ ഇറങ്ങണം. കാര്യമില്ല. കണ്ണിട്ടാതെ ഇരിക്കട്ടെ അല്ലേ അതാ പറയരുത് കണ്ടിട്ടുണ്ട കണ്ണിട്ടാത്ത ഉരിഞ്ഞിടാം നമുക്ക് ഞാൻ അതെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആ സെർച്ച് നമ്മൾ നിർത്തണ്ട, എല്ലാരും സെർച്ച് ചെയ്യാം. എല്ലാരും സെർച്ച് ചെയ്തോണ്ടിരിക്കട്ടെ. 2030 ആക്കണ്ട, ഇൻഫിനിറ്റി ആക്കാം നമുക്ക് അല്ലേ? പൈസക്ക് അപ്പുറം പൈസ വരുന്നതൊക്കെ വർക്ക് എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ 2 ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ് സത്യമായിട്ട്. അപ്പൊ നമ്മളത് എന്തിലെങ്കിലും പിന്നെ എനിക്ക് ഈ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ചു കാലത്തിനുള്ളിൽ. ഈ നമ്മൾ വളരെ ശരാശരി ജീവിതം ലൈഫ് സ്റ്റൈൽ വളരെ നോർമലാണ് നമ്മുടെ. നമ്മൾ ഒരുപാട് ചെലവാക്കുന്നൊന്നുമില്ല ഒരു കാര്യത്തിന്. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരും അവരൊക്കെ തന്നെ ഇപ്പോഴും നോക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ബാധ്യതകളൊന്നും തന്നെ ഇല്ല. അപ്പൊ എന്തിനാ ഈ പൈസ? കാരണം ഞാൻ എല്ലാ ദിവസവും പോയി ജോലി ചെയ്യുന്ന ആളാണ്. ഈ പൈസയൊക്കെ ചെലവാക്കണ്ടേ എവിടെയെങ്കിലും പോയിട്ട്? അല്ല ഞാൻ യാത്ര പോകണം, വലിയ വലിയ മറ്റേ ഡ്രസ്സും മറ്റേ LVയുടെ ബെൽറ്റും ബാൽമേനും. എന്നെ എന്തെങ്കിലും ബാൽമേൻ LV ഇട്ട് കണ്ടിട്ടില്ലല്ലോ, കാണുകയില്ല. അതൊന്നും കൊണ്ടല്ല. എനിക്ക് അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആളായിരുന്നില്ല പണ്ടും അന്നും ഇന്നും എപ്പോഴും. അപ്പൊ എനിക്ക് കാശ് വന്നപ്പോഴും പിന്നെ ഞാൻ പിന്നെയും ആലോചിച്ചു എന്തിനാണ് ഈ കാശ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇട്ടാ പോലെ എന്തെങ്കിലുമൊക്കെ. ട്രാവൽ ചെയ്യാനും താല്പര്യമില്ല? അങ്ങനെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ സമയം? 2026 വരെ അത് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ ഈ പറയുന്ന പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുക. അത് പൈസ വെറും വെർച്വലാണ് ഈ പറഞ്ഞ പോലെ. നമ്മൾ ഈ പൈസ ഒന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെ വരും, അക്കൗണ്ട് വരും, പകുതി പൈസ ടാക്സ് അടച്ചു പോകും, ടാക്സും കൂടി കൂടെ പോകും. ഞാൻ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണാം. അതുകൊണ്ട് നമുക്ക് എന്താ അതും ചെലവാക്കാനുള്ള ചെലവൊന്നും ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. കാരണം ഏട്ടനെ നോക്കണ്ട, അച്ഛനെ നോക്കണ്ട, കുടുംബത്തില് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതാണ് വിഷമം. ആരും ഇല്ല. ഞങ്ങളെയൊക്കെ നോക്കിക്കോ, കഷ്ടപ്പാടാണെങ്കില് ഞങ്ങളൊക്കെ നോക്കിക്കോ. ചേട്ടൻ ആരെയും നോക്കാനില്ല. അതിന്റെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി ചെയ്യണം. അതൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ വയനാട് സംഭവത്തിനൊക്കെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ഭയങ്കര ആ രീതിയിൽ നമ്മൾ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. നമ്മൾ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക. ഓക്കെ. ആൻഡ് നല്ല നല്ല കാര്യങ്ങളല്ലേ ധ്യാൻ ചേട്ടൻ പറഞ്ഞത്, ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. സോ സൂപ്പർ സിന്ദഗി അങ്ങനെ ഓഗസ്റ്റ് റിലീസാകാൻ പോവുകയാണ്. അപ്പൊ ഒരു ഗ്രേറ്റ് സക്സസ് ആകട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് 4 പേർക്ക് ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്.